ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. അപ്പം ഞാനിന്ന് വിചാരിച്ചു നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ജോലിയുടെ വേക്കൻസിയെ പറ്റി പറയാനല്ല. അപ്പോൾ നമുക്ക് ഈ പാവപ്പെട്ടവർക്കൊന്നും ലക്ഷങ്ങൾ ചിലവാക്കിയോ അല്ലെങ്കിൽ ആയിരങ്ങൾ ചിലവാക്കിയൊന്നും മേക്കപ്പ് ചെയ്യാനുള്ള നിവൃത്തി ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച ഒരു ചെറിയ രീതിയിൽ ഇപ്പം ഞാനതിൻ്റെ ക്രീമൊന്നും ഞാൻ ഇപ്പോഴത്തേക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ കാരണം ഇതിൽ ആയുർവേദത്തിൻ്റെ ഈ മുഖത്തുള്ള ഷെയ്ഡൊക്കെ മാറി നല്ല ക്ലീനപ്പായി കിട്ടാൻ വേണ്ടിയുള്ള ഇത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇപ്പം ആ ഒരു ക്രീം ഐറ്റം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ മേക്കപ്പ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ക്രീമും കാര്യങ്ങളും സെറ്റും എല്ലാം ഇട്ട് സെറ്റാക്കി ഞാൻ ഒരു മേക്കപ്പ് ചെയ്യാറുള്ളൂ. അപ്പം ബ്രൈഡൽ മേക്കപ്പ് ഇപ്പം ഞാനൊരു സിമ്പിളായിട്ട് ഞാൻ ബ്രൈഡലിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ എല്ലാ മേക്കപ്പിൻ്റെ സാധനങ്ങളുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇതുണ്ടോ, നിറയെ കളക്ഷൻസ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. കാണുന്നുണ്ടല്ലോ. അപ്പം ഐ ഷാഡോ, ഐ ലൈനർ, ലിപ്സ് ലൈനർ, എല്ലാ സൈസും എല്ലാ ഐറ്റം സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ മേക്കപ്പിൻ്റെ ഇതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഒരു ലൈറ്റായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ചെറുതായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പൗഡർ എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ ഇതാണ്. അപ്പോൾ ചെറുതായിട്ട് പൗഡർ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ക്രീമാണെങ്കിലും ഇതിൻ്റെ പൗഡർ ഫൗണ്ടേഷൻ ക്രീമാണെങ്കിലും ഫൗണ്ടേഷൻ പൗഡറാണെങ്കിലും എല്ലാം ഇടുമ്പോൾ നമ്മുടെ ഈ നെക്ക് വരേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരും ഫേസിനും ഇതിനൊക്കെ. ഇപ്പോൾ കാതിൻ്റെ ഭാഗം ഒക്കെ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് ഐ ലൈനറിൽ ഈ കണ്ണിൻ്റെ ഇത് റെഡിയായാൽ എല്ലാം റെഡിയായി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തുള്ള സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിപ് ലൈനർ ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് ഓക്കെ. അപ്പം നമ്മൾ ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ കളർ ലിപ്സ്റ്റിക്ക് ഉണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇച്ചിരി ഡാർക്ക് കളറ് വലിയ എടുത്ത് അടിക്കാത്ത രീതിയിലുള്ള കളറാണ് എനിക്കിഷ്ടം. അപ്പം ഇത് ഞാൻ ചെറുതായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഇത്രയും തന്നെ മതിയാവും. ഇത് തന്നെ ഇച്ചിരി എടുത്തടിക്കുന്ന കണക്കുണ്ട്. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം അടുത്തത് നമുക്കിനി ലൈറ്റായിട്ട് നമ്മുടെ ഐ ലൈനർ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പുരുകം, ഐ ലൈനറല്ല സോറി, പുരുകം ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം കേട്ടോ. അയ്യോ
അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു അപകടം വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഐലൈനർ പിന്നെ ഇത് പുരുവം നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ കണ്ണിൻ്റെ പരിപാടി ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു റെഡ് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഗോൾഡൻ ലൈറ്റായിട്ട് ഒന്ന് ഇവിടെ കൊടുക്കുകയാണ്. ഇനി ഈ സൈഡിലൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ ഡ്രസ്സിന് കലർന്ന, ഇപ്പോൾ എൻ്റെ ഈ ഡ്രസ്സാണല്ലോ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിന് ചേർന്ന രീതിയിലുള്ള കളറേ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ കളറും ഒരു ഇതാണ്. അപ്പോൾ ഈ ഗോൾഡൻ കളറ് നമ്മൾ ഇച്ചിരി കൂടെ കയറ്റി ഇങ്ങോട്ട് ഷെയ്ഡ് അങ്ങ് കൊടുക്കണം. അപ്പോൾ ഈക്വലായിട്ടൊരു ഒരിത് വരും. ഇത്രയൊക്കെ ആയില്ലേ? ഇനി കാണിച്ചു തരാം അടുത്ത. അപ്പോൾ നമ്മുടെ ഈ പുരുവത്തിൻ്റെ ഷെയ്ഡ് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കതിന് സ്കിന്നിന് ഒരു കളർ കൊടുക്കണം. അപ്പം എന്ത് ചെയ്യണം, ആ ഷെയ്ഡിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ആ പുരുവത്തിനോട് ചേർന്ന് ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് രണ്ട് ഇതിനും കൊടുക്കണം. അങ്ങനെ ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു കണ്ണിന് നല്ലൊരു എടുപ്പാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മേക്കപ്പിൻ്റെ ആദ്യ ഘട്ടം. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ അടി സൈഡിൽ ഒരു ഷെയ്ഡ് കൊടുത്തെങ്കിൽ മാത്രമേ അതൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം ഒരു